അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ നഗ്നനായും, അതായത് സന്യാസദീക്ഷ സ്വീകരിച്ചും, നിസ്സംഗശുദ്ധനായും, നിസ്സംഗതയാ ശുദ്ധനായും, ത്രിഗുണവിരഹിതനായും, സത്വരജസ് തമോ ഗുണങ്ങൾക്ക് ഉപരി എത്തിയവനായും, അതുകൊണ്ട് തന്നെ ധ്വസ്തമോഹാന്ധകാരനായും, സകല മോഹാന്ധകാരത്തെയും തിരിച്ചറിവില്ലായ്മയുടെ ഇരുട്ടിനെയും നീക്കിയവനായും, നാസാഗ്രന്യസ്തദൃഷ്ടി, തൻ്റെ നാസികയുടെ മൂക്കിൻ്റെ അഗ്രത്തിൽ ഉറച്ച ദൃഷ്ടിയോടൊത്ത് ധാരണയിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയിൽ പരമേശ്വരൻ്റെ ഗുണങ്ങളെ അറിഞ്ഞവനായി, ഒരിക്കലും ഞാൻ ശങ്കരനെ കണ്ടില്ലല്ലോ, ഇങ്ങനെയെല്ലാം സ്വയം ആയിത്തീർന്ന് ഞാൻ ശങ്കരനെ കണ്ടില്ലല്ലോ, അഥവാ ഇങ്ങനെയെല്ലാമുള്ളൊരു മഹാപുരുഷൻ എന്നാൽ കാണപ്പെട്ടില്ലല്ലോ. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? അതാണ് ഉന്മന്യാവസ്ഥയാ. ഉന്മന്യാവസ്ഥ കൊണ്ട്, ഭ്രാന്താവസ്ഥ കൊണ്ട്. മഹേശ്വരനെ ദർശിക്കുന്നതും ജീവൻ മുക്ത മഹാത്മാക്കളെ ദർശിക്കുന്നതും ഒന്ന് തന്നെയാണ്. ജീവൻ മുക്ത മഹാത്മാക്കളിലൂടെ ഭഗവാനാണ് പ്രകടിതനായിരിക്കുന്നത്. അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ കാണുക എന്നുള്ളത് സാധിച്ചില്ല. അഥവാ സ്വയം ജീവിതത്തിൽ ഈ ദശകളിലൂടെയെല്ലാം കടന്നുപോയി കൃതാർത്ഥതയിലേക്ക് ഉയർന്ന് പരമമായ ശിവദർശനത്തിലേക്ക് താൻ എത്തിയില്ല. എന്തുകൊണ്ട്? ഭ്രാന്താവസ്ഥ കൊണ്ട്, പലതിൻ്റെ പിന്നാലെ ഭ്രമിച്ചോടിയതുകൊണ്ട്. ഇപ്പം കാലം കഴിഞ്ഞു, തിരിഞ്ഞു നോക്കുകയാണ്. ഓടാനുള്ള കൽപ്പുമില്ല, ഓടിയിട്ട് അർത്ഥമില്ല എന്നറിയുകയും ചെയ്തു. ഈ സ്ഥിതിയിൽ ഇന്നലെകളിൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുകയാണ്. അങ്ങനെ ഉന്മന്യാവസ്ഥ കൊണ്ട് എന്ത് സംഭവിച്ചു? വിഗതഗതിമതി, വിഗതഗതിയോടൊത്ത മതിയായി തീർന്നു. മതി ബുദ്ധി. ഗതിയോടൊത്ത ബുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ടതിലേക്ക് വേണ്ട സമയത്ത് പോകുന്ന ബുദ്ധി, എപ്പോൾ പിന്തിരിയണമോ അപ്പോൾ പിന്തിരിയുന്ന ബുദ്ധി. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, പ്രവർത്തിക്കേണ്ടതിലേക്ക് യഥാകാലം പ്രവർത്തിക്കുകയും നിവർത്തിക്കേണ്ടതിൽ നിന്ന് യഥാകാലം നിവർത്തിക്കുകയും ചെയ്യുന്ന ബുദ്ധിയാണ് ഗതിമതി, ഗതിയോടൊത്ത മതി, മതി ബുദ്ധി. എന്നാൽ ഇവിടെയോ വിഗതഗതിമതി, വിഗതമായ ഗതിയോടൊത്ത ബുദ്ധിയാണ്. നഷ്ടമായി, വിവേകം നഷ്ടപ്പെട്ടവനായി, അങ്ങനെ ബുദ്ധിശൂന്യനായി, മനസ്സിൻ്റെ ഭ്രാന്താവസ്ഥയിലേക്കും ബുദ്ധിയുടെ ഗതിയില്ലായ്മയിലേക്കും ഞാൻ അധപ്പതിച്ചു പോയി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ശങ്കരം ന സ്മരാമി, ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ. ജീവിതത്തിൽ നൈവ ദൃഷ്ടഃ കദാചിത് എന്നാദ്യം പറഞ്ഞു, ഒരിക്കലും അങ്ങനെ കാണപ്പെട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടതിൻ്റെ മഹിമ ഓർത്താണല്ലോ പിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടതേയില്ല എങ്കിൽ പിന്നെ എങ്ങനെ സ്മരിക്കും? അതുകൊണ്ട് എനിക്ക് ദർശനവും ഉണ്ടായില്ല, ഇപ്പോട്ട് സ്മരണവുമില്ല. ന സ്മരാമി. ഇത് വളരെ ശ്രദ്ധേയമായ വിഷയം. ന ദൃഷ്ടഃ എന്നുള്ളത് ഭൂതകാലമാണ്, സ്മരാമി എന്നുള്ളത് വർത്തമാനകാലമാണ്. അപ്പോൾ ഈയൊരു ജീവിതക്രമം പാലിച്ചുകൊണ്ട് എന്നാൽ ശിവൻ കാണപ്പെട്ടില്ല, അത് കഴിഞ്ഞുപോയ അപരാധമാണ്. എന്നാൽ അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴോ, ഇപ്പോൾ ഞാൻ ന സ്മരാമി, ഞാനൊട്ട് സ്മരിക്കുന്നുമില്ല. ഇപ്പോഴും മനസ്സ് പരമാത്മതത്വത്തിൽ, പരമേശ്വര തത്വത്തിൽ സ്ഥിതമായിട്ടില്ല.
അങ്ങനെ ആവണമെങ്കിൽ അതിനുള്ള ജീവിതക്രമത്തിലൂടെ കടന്നു പോകണം. അത് യഥാകാലം ഉണ്ടായില്ല. അഥവാ മഹാപുരുഷന്മാരെ ദർശിക്കണം, അതും ഉണ്ടായില്ല. അതുകൊണ്ട് ഹേ പരമേശ്വര, അഹം ശങ്കരം ന സ്മരാമി. ശം സുഖം ആനന്ദം. സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ ആരോ അവൻ ശങ്കരൻ. ശങ്കരനെ പരമേശ്വരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ. ഈ മഹാപരാധത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ്, ക്ഷന്തവ്യോ മേ പരാധ. മേ അപരാധ, എൻ്റെ അപരാധം ക്ഷന്തവ്യ, ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു. ഭഗവാനെ ക്ഷമിക്കണമേ. അതിനെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ വയ്യ. ശിവനാമത്തെ ആവർത്തിച്ച് പറയുകയാണ്, ശിവ ശിവ ശിവ. തൻ്റെ വികാരാധിക്യത്തെ അഥവാ പ്രാർത്ഥനാഭാവത്തെ സവിശേഷമായി എടുത്തു കാണിക്കാനാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം 3 പ്രാവശ്യം ശിവ 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 എന്ന് പറയുന്നത്. ഭോ, അല്ലയോ ഭഗവാനെ, ശ്രീ മഹാദേവ ശംഭോ. ശ്രീ മഹാദേവ, മഹത്വത്തോടൊത്ത ദേവൻ മഹാദേവൻ, സർവദേവരിലും വെച്ച് മഹാൻ ദേവൻ. ഹേ മഹാദേവ, ഹേ ശംഭോ. ശംഭു ശം സുഖം ആനന്ദം, അതിനെ ഭവിപ്പിക്കുന്നവനാണ്. ഇപ്പം സകല ലോകത്തിനും മംഗളത്തെ, സുഖത്തെ, കല്യാണത്തെ കൊടുക്കുന്നവൻ ശംഭു. ഹേ ശംഭു എന്ന് പറഞ്ഞ് ക്ഷമായാചന ചെയ്യുന്ന ഭാഗമാണ് ഈ ശ്ലോകം. നോക്കൂ. നഗ്നോ നിസംഗശുദ്ധ ത്രിഗുണവിരഹിതോധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിർ വിദിതഭവഗുണോ നൈവ ദൃഷ്ട കദാചിത് ഉന്മന്യാവസ്ഥയാ ത്വാം വിഗതഗതിമതി ശങ്കരം ന സ്മരാമി. ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.